ഒറ്റയ്ക്ക് ചെരുപ്പൊക്കെ ഇട്ടിട്ട് പ്രാണക്കുട്ടി എൻ്റെ വീടിനടുത്തുള്ള ഒരു ഉത്സവം കാണാൻ പോവാണ് കേട്ടോ. കൂടെ ഞങ്ങളും ഉണ്ട്. അങ്ങനെ ആ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അമ്മാമ്മ എന്നോട് എന്താ ചോദിക്കുന്നേന്നറിയേ? എന്നാ വന്നെ? പൂരം കാണാൻ വന്നതാ? എപ്പോഴാ തിരിച്ചു പോവാ? ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമ്പോൾ പ്രാണ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാനൊന്നും ചെയ്യട്ടെ എന്ന്. അതുകൊണ്ടാണ് ആ ഒരു ബിറ്റ് അവൾക്കായിട്ട് ഞാൻ കൊടുത്തത്. എനിവേ, ഈ ഒരു കുഞ്ഞു പൂരം നടക്കുന്നത് എൻ്റെ വീടിനടുത്തുള്ള ഒരു ചെറിയൊരു അമ്പലത്തിലാണ് കേട്ടോ. പനയംകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര്. ഇവിടേക്ക് ഡയറക്റ്റ് പോകാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ നേരം വൈകി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്തുള്ള ഒരു കമ്മിറ്റിക്കാർ പൂരം കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഗായ്സ്, ഇത് ശരിക്കില്ലാന്നല്ലാട്ടോ. ഞാൻ ആരെ കണ്ടപ്പോ വിചാരിച്ചു ഇത് ശരിക്കില്ലാണെന്ന്. പിന്നെ എനിക്ക് തൊട്ട് നോക്കിയപ്പോ മനസ്സിലായി ശരിക്കും ആളാണ്. ആണല്ലാണ്. നിങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ ആണേനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. അങ്ങനെ പ്രാണയുടെ ഇലക്ട്രിക് ആനയായിട്ടുള്ള കളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ 3 ഗജവീരന്മാരെയായിട്ട് അമ്പലത്തിന്റെ തിരുമുറ്റത്തേക്ക് എത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ പൂരവൈബൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ ചുറ്റമ്പലത്തിൽ നിന്ന് ഉള്ളമ്പലത്തിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. പ്രാണ എന്തോ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെന്തായാലും സാധിച്ചു കൊടുക്കട്ടെ അല്ലേ. അങ്ങനെ എല്ലാ ഉത്സവത്തിന്റെ അവസാനം വെടിക്കെട്ടല്ലേ. വെടിക്കെട്ടെന്നൊന്നും പറയാനില്ലെങ്കിലും ചെറിയ രീതിയിൽ 2-3 ബോക്സ് വെച്ചിട്ട് അവർ വർണ്ണമഴ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ രാത്രി വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയോ ബാലയൊക്കെ ഇവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ വൈകുന്നേരം പരിപാടികളൊന്നും ഇല്ല എന്നുള്ള വിഷമത്തിൽ ഇങ്ങനെ തിരിഞ്ഞളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ആനച്ചമയൊക്കെ അഴിച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ടാ. ആനപ്പുറത്ത് ആലവട്ടവും വെഞ്ചാമരമൊക്കെ ഇങ്ങനെ വീശുന്നത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ഇത്ര അടുത്ത് ഈ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് അടുത്ത് പോയി എല്ലാം കണ്ടു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പ്രാണയ്ക്ക് എന്തെങ്കിലുമൊക്കെ ടോയ്സ് മേടിച്ച് കൊടുക്കണ്ടേ. പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ അതൊരു മെയിൻ സംഭവമാണല്ലോ. അപ്പം അത് കാരണം കൊണ്ട് പ്രാണേൻ്റെ അടുത്ത് പോയി അവൾക്ക് എന്താ വേണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു അവളെ കയ്യിലിരുന്നിട്ട് ആ തട്ടിക്കൊണ്ടിരിക്കുന്ന മങ്കീനെ മതി. അങ്ങനെ അതും വാങ്ങിച്ചു കൊടുത്ത് തിരിച്ചു പോകാൻ നേരമാണ് വഴിയിൽ ഇതാ ഈ ചേട്ടൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് കണ്ടു കേട്ടോ. മൈലാഞ്ചി എന്ന് തന്നെയാണ് തോന്നുന്നു ഇനി പറയാൻ, എനിക്കറിയില്ല. അപ്പോൾ അത് വേണമെന്ന് കുറേ ആയി പറയണു. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാറാണ് പതിവ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവൾക്ക് കുറച്ച് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ചോദിക്കും. വാങ്ങിച്ചു കൊടുത്തില്ല വെച്ചാൽ ചെറിയ രീതിയിലൊരു കരച്ചിലോ ഒരു സങ്കടമൊക്കെ കാണും. അപ്പോൾ എന്തായാലും പിന്നെ പിള്ളേരുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ചെയ്തു കൊടുത്തു. ഫുൾ കെമിക്കലാണ്, അത് കാരണം കൊണ്ടാണ് ഇത് ഇവൾക്ക് ചെയ്തു കൊടുക്കാത്തത്. പക്ഷേ ഇപ്രാവശ്യം കുറേ പറഞ്ഞ കാരണം കൊണ്ട് അതും ചെയ്തു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പോണ വഴിക്ക് ഞങ്ങൾക്കായിട്ട് കഴിക്കാൻ ഈ ഒരു ചാറ്റും മേടിച്ചു. അങ്ങനെ അതും കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഈ അമ്പലവും ഈ ഉത്സവമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ലൈഫിൽ. എൻ്റെയും പ്രവീയുടെയും റിലേഷൻഷിപ്പ് സമയത്ത് ഒരു ഫോൺ കോളിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ ഗംഭീര പ്രോബ്ലം ഉണ്ടായിട്ടോ. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഒരു ചിരിയാണ് എനിക്ക് വരുന്നത്. പക്ഷേ അതൊക്കെ പോട്ടെ. എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.